ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഈ തിളക്കത്തിനിടയിലും അതീവ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സമൂഹത്തെ തുറച്ചു നോക്കുന്നുണ്ട്. കൊച്ചി മേയർ വി.കെ. മിനിമോൾ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഇത്തരമൊരു വലിയ വിപത്തിനെ കുറിച്ചുള്ള സൂചനയാണ്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ചും 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്കിടയിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്നതായിരുന്നു മേയറുടെ വാക്കുകളുടെ സാരം. 5-6 വർഷമായി തുടരുന്ന ഈ വർധനവ് വെറുമൊരു കണക്കല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി നേരിടുന്ന വലിയൊരു തകർച്ചയുടെ അടയാളമാണ്. കൊച്ചിയിലെ സ്പാ, മസാജ് സെന്ററുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. 18 മുതൽ 20 വരെ ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഈ രോഗത്തിന്റെ ഇരകളാകുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഈ പ്രായം ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്യേണ്ട കാലമാണ്. എന്നാൽ വേണ്ടത്ര അറിവില്ലായ്മയും അശ്രദ്ധയും ഇവരെ നിത്യരോഗികളാക്കി മാറ്റുന്നു. എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഇന്ന് നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിലേക്കും യുവാക്കളിലേക്കും പടർന്നിരിക്കുന്നു എന്നത് വലിയൊരു പാഠമാണ്. ഈ സാഹചര്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ആധുനികതയുടെ പേരിൽ നമ്മൾ സ്വീകരിക്കുന്ന ജീവിത രീതികളിൽ എവിടെയോ ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. യുവാക്കൾ ഒന്നിച്ചിരിക്കുന്നതിനോ സൗഹൃദങ്ങൾ പങ്കിടുന്നതിനോ ആരും എതിരല്ല. എന്നാൽ ഓരോ സ്വാതന്ത്ര്യത്തിനും പിന്നിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം അവർ മറന്നുപോകുന്നുണ്ട്. സ്പാ സെന്ററുകളും മസാജ് ക്ലിനിക്കുകളും നിയമം കടുപ്പിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ ഇന്ന് കൂണുപോലെ മുളച്ചു പോകുന്ന ഒന്നാണ് സ്പാകളും മസാജ് സെന്ററുകളും. ശാരീരിക ആരോഗ്യം പേർന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ പലതും അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് മേയർ വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: ഇവയൊക്കെ ഒരു ദിവസം കൊണ്ട് അടച്ചുപൂട്ടുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. എന്നാൽ ഇനി ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ നഗരസഭ അതീവ ജാഗ്രത പാലിക്കും. കൃത്യമായ പരിശോധനകളും കർശനമായ മാനദണ്ഡങ്ങളും നടപ്പിലാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ലൈസൻസ് ലഭിച്ചതിനു ശേഷം പല കേന്ദ്രങ്ങളും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. സ്പാകളുടെ മറവിൽ നടക്കുന്ന വഴിവിട്ട ഇടപാടുകൾ തടഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം പകർച്ചവ്യാധികളുടെ വ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കും. ലഹരിയും സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളും യുവാക്കൾക്കിടയിൽ എയ്ഡ്സ് വർദ്ധിക്കാൻ പ്രധാനമായും കാരണമാകാറുണ്ട്. 1. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളാണ്. 2. ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ്. ഇന്ന് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം ഭയാനകമാം വിധം കൂടിയിട്ടുണ്ട്. കുത്തിവെപ്പിലൂടെ ലഹരി ഉപയോഗിക്കുന്നവർ ഒരേ സൂചി തന്നെ പങ്കുവെക്കുന്നതിലൂടെ വൈറസ് പടരാൻ സാധ്യതയേറുന്നുണ്ട്. കൂടാതെ ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയിൽ വിവേചന ബുദ്ധി നഷ്ടപ്പെടുകയും സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. സമൂഹം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും മാറണം. ലൈംഗിക വിദ്യാഭ്യാസത്തെ ഒരു പാപമായി കാണുന്ന ചിന്താഗതി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ശരിയായ വിവരങ്ങൾ കൃത്യസമയത്ത് കുട്ടികൾക്ക് നൽകിയാൽ ഇത്തരം അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സാധിക്കും. എയ്ഡ്സ് എങ്ങനെ പടരുന്നു, അത് എങ്ങനെ തടയാമെന്നും കുട്ടികൾ സ്കൂൾ തലം മുതൽ പഠിച്ചിരിക്കണം. മാതാപിതാക്കളും ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, ആരുമായി ഇടപഴകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്കുണ്ടാവണം. സ്നേഹപൂർവമായ ഇടപെടലുകളിലൂടെയും തുറന്ന സംസാരങ്ങളിലൂടെയും മാത്രമേ കുട്ടികളെ തെറ്റായ വഴികളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയൂ. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. കൊച്ചി പോലുള്ള വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലെ യുവാക്കളിലേക്കും ഈ സന്ദേശം എത്തണം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. അതിനാൽ തന്നെ വിവരങ്ങളായ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവാക്കളിലേക്ക് എത്തിക്കാൻ നവീനമായ മാർഗങ്ങൾ അവലംബിക്കണം. കേരളം ആരോഗ്യരംഗത്ത് നേരിടുന്ന ഈ പുതിയ വെല്ലുവിളി സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. എയ്ഡ്സ് രോഗികളുടെ വർധനവ് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഗൗരവകരമായ പ്രശ്നമാണ്. യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അനാവശ്യമായ ആകാംക്ഷകളും വഴിതെറ്റിയ ജീവിതശൈലികളും തിരുത്തപ്പെടണം. നഗരസഭകളും സർക്കാരും നിയമങ്ങൾ കടുപ്പിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ തലത്തിൽ ഓരോരുത്തരും ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ വിപത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയൂ. സമയബന്ധിതമായ ചികിത്സയും പരിശോധനകളും രോഗവ്യാപനം തടയാൻ സഹായിക്കും. ആരെയും ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് എല്ലാവരെയും സുരക്ഷിതരാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മേയറുടെ മുന്നറിയിപ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസാന മുന്നറിയിപ്പ്.